السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യട്ടെ. അങ്ങകലെ റൗള ശരീഫിൽ നിന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന നല്ല ഒരു മജ്‌ലിസാക്കി അള്ളാഹു ഈ മജ്‌ലിസിനെ മാറ്റിത്തരുമാറാവട്ടെ. അവിടുത്തെ റഹ്മത്തിന്റെ നോട്ടം അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസിലേക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സദസ്സാണിത്. റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. ആ റജബ് മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവ് എന്നത് ഈ സദസ്സിന്റെ മാറ്റ് ഒന്നുകൂടെ കൂട്ടുന്നുണ്ട്. അതിനു പുറമെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്നതും ഈ സദസ്സിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ആദരണീയരായ സയ്യിദ് അവറുകൾ ഈ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നന്നാകാൻ, ആത്മീയമായ ഒരു വളർച്ചയിലേക്ക് വരാൻ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഒരു ആത്മബന്ധം വർദ്ധിക്കാൻ, പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് ചേർന്നു നിൽക്കാനുള്ള ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ച് അവസാനിപ്പിക്കും. നമ്മളൊക്കെ മനസ്സുകൊണ്ട് നന്മയുടെ വഴിയിലേക്ക് ചേർന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്.
എല്ലാവരുടെയും ആഗ്രഹം നന്നാകണമെന്നാണ്. അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. ഒരു ചെറുപ്പക്കാരനുമില്ല, ഒരു പെങ്ങന്മാരുമില്ല, ഒരു വിദ്യാർത്ഥിയുമില്ല. എല്ലാ ആളുകളും നന്നാകണം എന്നാണ് അടിസ്ഥാനപരമായി വിശ്വാസിയായി ജനിച്ച് ജീവിച്ചു വളരുന്ന ആളുടെ മനസ്സിലുണ്ടാവുക. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും അറിയാതെ നമ്മൾ വഴുതി പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ വഴിയോരങ്ങളിൽ ഒന്ന് സ്ലിപ്പാകും. അത് ഒരുപക്ഷെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്കായിരിക്കും. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യക്ക് വിരുദ്ധമായിരിക്കും. പക്ഷേ അങ്ങനെ ചലിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, അതറിയാതെ അങ്ങനെ സംഭവിക്കുന്നത്. അത്തരം സംഭവങ്ങളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ അറിയാതെ ഈ ആധുനിക കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ, നമ്മൾ അതിലൊന്ന് ചെന്ന് പെടുമ്പോൾ രക്ഷപ്പെടാനുള്ള വഴിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും നല്ലോണം ആലോചിക്കണം. ഇന്ന് പിഴപ്പിക്കാൻ കണ്ടമാനം സാഹചര്യങ്ങളുണ്ട്. ഒന്നും രണ്ടൊന്നുമല്ല. പണ്ടുകാലത്ത് പിഴച്ചു പോകണമെങ്കിൽ ഒരു വളർന്നു വരുന്ന തലമുറയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഒരു കൗമാരക്കാരൻ, ഓൻ പിഴക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിന്റെ കൂടെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുമ്പോഴാണ് ബേജാർ. ആ കമ്പനിയുടെ കൂടെ പെട്ടിട്ട് കുടുങ്ങിയല്ലോ, അവനാകെ പിടക്കായല്ലോ, മോശമായല്ലോ എന്ന അർത്ഥത്തിൽ നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. ഇന്ന് അത്തരമൊരു ആശങ്കയൊന്നുമല്ല നമ്മുടെ മുന്നിലുള്ളത്. അവരെവിടെയും പോകണ്ട, അവര് സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ എവിടെയെങ്കിലും അവർ നിൽക്കുകയാണെങ്കിൽ പോലും അവിടങ്ങളിൽ അവരെ തിരഞ്ഞ് ഹറാമിന്റെ വഴികളെത്തുക. അതിന് കയ്യിലുള്ള മൊബൈൽ എന്ന സംവിധാനം മാത്രം മതി. ആ സംവിധാനം കൊണ്ട് വീട്ടിന്റെ അകത്തിരുന്നു കൊണ്ട് ലോകത്തെമ്പാടുമുള്ള പലരോടും കണക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ. ഇന്ന് കളിയും അതിലാണ്, തമാശ അതിലാണ്, തീറ്റയും കുടിയും മാത്രമേ അതിൽ നടക്കാത്ത. പക്ഷെ ആ തിന്നാനും കുടിക്കാനുള്ള സാധനം എത്താനും അത് തന്നെയാണ് ആവശ്യം. ഫോണിലൂടെ വിളിച്ച് ഡെലിവറിയാണ് പുതിയ കാലത്ത്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഒന്നും അങ്ങനത്തെ ആളുകൾ ഉണ്ടാവില്ല. നമ്മളൊക്കെ ഏരിയയില് ഗൾഫുകാര് കൂടുതലുണ്ടായപ്പോ ഇപ്പൊ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഏർപ്പാട് തന്നെ നിർത്തിയിട്ടുണ്ട്. കാരണം മൊബൈൽ കാണുന്നതിന്റെ ഇടക്ക് സമയം കിട്ടാതിരിക്കുമ്പോ തൽക്കാലം വിളിച്ച് ഓർഡർ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് വിളിച്ചു പറയും. അപ്പോ ആ വിളി കൊണ്ട് ഭക്ഷണവും ഉമ്മറത്തെത്തും. അപ്പൊ ഭക്ഷണം അതിൽ നിന്ന് തിന്നില്ലെങ്കിലും അതിലൂടെ ഭക്ഷണം തിന്നാനുള്ള കാര്യങ്ങളും കൂടെ ലഭിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ഒരൊറ്റ സംവിധാനം കൊണ്ട് നമ്മുടെ ആത്മീയമായ തലങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യാനും അതിനെ തകർത്തുകളയാനുമുള്ള സംവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. അത്തരം ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും പുതുതലമുറ അഭിമുഖീകരിക്കുന്നത് അത്തരം സംവിധാനങ്ങളെയാണ്. ഈ സംവിധാനങ്ങളെ എല്ലാം അഭിമുഖീകരിച്ചു പോകുമ്പോ അടിസ്ഥാനപരമായി വിശ്വാസമുള്ള നമുക്ക്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നന്നാകണമെന്ന് ചിന്തയുള്ള നമുക്ക്, നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴികളെ കുറിച്ച് എപ്പോഴും ആലോചിക്കണം. ആ വഴികൾ പലതാണ്, വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ. നമുക്ക് അൽഹംദുലില്ലാഹ് ഈ നാട്ടിലുള്ള SSFകാരായ പ്രവർത്തകർ, ഞാനിവിടെ വന്നിരുന്നപ്പോ ഉസ്താദ് അവറുകള്, അംജദി ഉസ്താദ് അവറുകൾ എന്നോട് പറഞ്ഞു, ഇവിടെ മാസത്തിൽ മഹദറത്തുൽ ബദരിയ നടക്കുന്നു, മാസത്തിൽ സുന്നി യുവജന സംഘത്തിന്റെ കീഴിൽ അജ്മീർ മൗലിദ് നടക്കുന്നു, മാസത്തിൽ 2 പ്രാവശ്യം 2 ആഴ്ച കൂടുമ്പോ SSFകാരുടെ നേതൃത്വത്തിൽ സ്വലാത്തിന്റെ മജ്ലിസ് നടക്കുന്നു. അത് കേട്ടപ്പോ വലിയ സന്തോഷായി. ന്യൂജൻ സൊസൈറ്റിയുടെ പ്രതിനിധികളാണ് SSFകാർ എന്ന് പറയുന്നവർ. ഈ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന നന്മയുടെ വഴിയിലേക്ക് ഇടപെട്ട് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്, വലിയ അഭിമാനമാണ്. എന്തുകൊണ്ട്? അതേ പ്രായത്തിലുള്ള, അതേ
ഒരു പരിധിയിൽ നിൽക്കുന്ന എത്രയോ വിദ്യാർത്ഥികൾ ഇത്തരം കാര്യങ്ങളോടൊന്നും താല്പര്യമില്ലാതെ, മനസ്സ് കാണിക്കാതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തങ്ങളാകുന്ന അധാർമികമായ വഴികളിൽ, അസാംസ്കാരികമായ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടു പോകുന്നതിന്റെ ഇടയിൽ ഇതാ നന്മയ്ക്കു വേണ്ടി, ആത്മീയമായ വളർച്ചയ്ക്കു വേണ്ടി, മൂല്യവിചാരങ്ങളോടെ, ധാർമ്മികമായ ഒരു ചിന്തയോടെ വിശുദ്ധമായ മതത്തെ ആത്മാഭിമാനപൂർവം മനസ്സോട് ചേർത്തു വെച്ചുകൊണ്ട് ആവുന്നിടത്തോളം അത് ജീവിതം കൊണ്ട് അടയാളപ്പെടുത്താനുള്ള ശേഷിയും തന്റേടവുമുള്ള ഒരു പറ്റം വിദ്യാർത്ഥികൾ, യുവതലമുറ ഇവിടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് പ്രിയപ്പെട്ട SSFകാരുടെ ഇത്തരം ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ എന്നത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ വഴിതെറ്റാതിരിക്കാനുള്ള വ്യത്യസ്ത മാർഗങ്ങളിൽ ഒരു മാർഗമാണ് നമ്മെ എപ്പോഴും നന്മയ്ക്ക് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിലേക്ക് ചേർന്നു നിൽക്കുക എന്നത്. നന്മയുടെ വഴിയിലേക്ക് ചേർത്തു നിർത്തുന്ന ഒരു വിഭാഗത്തിന്റെ കൂടെ നിൽക്കുക എന്നത്. ആ നന്മയുടെ വഴികൾ എന്ന് പറയുന്നത് കേവലം സ്വലാത്തിന്റെ മജ്‌ലിസ് മാത്രമല്ല, മറിച്ച് വ്യത്യസ്തങ്ങളാകുന്ന വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള വകുപ്പില്ല, പാഠപുസ്തകം വാങ്ങാനുള്ള ഗതിയില്ല. SSFകാരുടെ എഡ്യു ഹെൽപ്പിന്റെ ഭാഗമായി ആ കുട്ടിക്ക് നിങ്ങൾ പാഠപുസ്തകം വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുവെങ്കിൽ അത് വലിയൊരു സൽക്കർമ്മമാണ്. ഇനി നിങ്ങൾ നോക്കൂ, വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങളെ പരിസരത്തുള്ള ഒരു കൂട്ടുകാരന്റെ വൈജ്ഞാനികമായ വികാസത്തിനു വേണ്ടി, അവന്റെ ആത്മീയവും ഭൗതികപരമാകുന്ന വികാസത്തിന് വേണ്ടി നിങ്ങൾ ആ കൂട്ടുകാരന് ഗൈഡൻസ് കൊടുക്കുന്നു, ആ കൂട്ടുകാരനെ പ്രചോദിപ്പിക്കുന്നു, ആ കൂട്ടുകാരനെ ഏതെങ്കിലും പറ്റിയ ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി ചേർക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വഴി തുറക്കലാണത്. ആ വഴി തുറക്കൽ നിങ്ങൾ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന സുഹൃതമാണത്. ആ സുഹൃതം കൊണ്ട് ഒരുപക്ഷേ നിങ്ങൾ ആ വഴിയിലേക്ക് ചേർത്തു നിർത്തിയ കൂട്ടുകാരൻ നിങ്ങളെക്കാൾ ചിലപ്പോൾ വലുതായി എന്ന് വരും. ഒരുപക്ഷെ അയാൾ മതപരമായും ഭൗതികപരമായും പഠിച്ച് വലിയ പണ്ഡിതനായി എന്ന് വരും. വിശുദ്ധമായ ഇസ്ലാമിന് ദഅവത്ത് നിർവഹിക്കാനുള്ള തന്റെ ഇടമുള്ള ഒരു കൂട്ടുകാരനായി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആ ഒരൊറ്റ കൂട്ടുകാരനെ കൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രതിഫലം ആഖിറത്തിലേക്ക് ലഭിക്കാൻ വഴിയൊരുങ്ങുകയാണ്. ഞാനിതെന്തിനാണ് സൂചിപ്പിച്ചത്? നമ്മൾ അറിയാതെ നന്മയുടെ വഴിയിലേക്ക് ചേർന്നു നിൽക്കാനുള്ള വ്യത്യസ്തങ്ങളാകുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ കാര്യങ്ങളെ നമ്മൾ ഗൗരവതരമായി സമീപിക്കണം, അതിനെ നമ്മൾ പരിഗണിക്കാൻ വേണ്ടി ശ്രമിക്കണം. ആ കാര്യങ്ങളിൽ ഒരുപക്ഷെ ഇതൊരു ജനറലായ പ്രവർത്തനമാണ് എന്ന് ബാഹ്യമായി തോന്നിയാലും അതല്ല. ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന അത്തരം കാര്യങ്ങളിലെല്ലാം ഒരാത്മീയ തലമുണ്ട്, ഒരു സേവനത്തിന്റെ മനസ്സുണ്ട്, ഒരു ധാർമ്മികമായ മുന്നേറ്റത്തിന്റെ ആലോചനയുണ്ട്. ആ ആലോചനയിൽ നിന്ന് നിർവഹിക്കുന്ന ഏതു കാര്യവും ഹസനാത്തിന്റെ പട്ടികയിൽ ചേർക്കപ്പെടുമെന്ന ആത്മവിശ്വാസത്തിലാണ് നമ്മൾ അതിനോടെല്ലാം ബന്ധപ്പെടേണ്ടത്. അത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ ഇടപെടേണ്ടത്. അപ്പൊ നമ്മുടെ മനസ്സൊന്ന് നന്നായി കിട്ടാൻ, ജീവിതത്തിൽ ആത്മീയമായ വളർച്ച ലഭിക്കാൻ എന്തു വേണം എന്ന ആലോചനയിൽ ഒരു വഴിയാണ് ഇത്തരം നല്ല കൂട്ടായ്മയിലേക്ക് ചേർന്ന് മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നത്. അത് നിരന്തരം എല്ലാ സമയത്തും നമുക്ക് നിർവഹിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ അതിന്റെ കൂടെ വളരുകയാണ്, വികസിക്കുകയാണ്. ഇത് നമ്മുടെ നന്മ വർദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. നിങ്ങൾ നോക്കൂ, ഈ സദസ്സ് സംഘടിപ്പിക്കാൻ SSFകാർ അധ്വാനിച്ചു. ആ അധ്വാനിച്ച കൂട്ടുകാർ ഇന്നത്തെ രാത്രി കൊണ്ട് സമ്പാദിക്കുന്ന പ്രതിഫലം എത്രയാണ്? ചെറിയ കാര്യമല്ല. നൂറുകണക്കിന് ആളുകൾ അവരുടെ 2-3 മണിക്കൂർ ഇവിടെ ചെലവഴിക്കുകയാണ്. മഗ്‌രിബ് മുതൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച രാവിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സോട് ചേർത്ത് വെച്ച് മദീനയുടെ വിശുദ്ധമായ മരുപ്പറമ്പിലേക്ക് ആത്മാവിനെ പറഞ്ഞയച്ച് അവിടത്തേക്ക് സ്വലാത്തിന്റെ സലാമിന്റെ വചനങ്ങൾ ആവർത്തിച്ചുരുവിട്ട് ആത്മീയതയുടെ വഴി തേടിയിട്ട് നമ്മൾ ഈ സദസ്സിൽ സമയം ചെലവഴിക്കുമ്പോൾ ആ ചെലവഴിക്കപ്പെടുന്ന
2-3 മണിക്കൂറുകൾ ഈ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ പ്രതിഫലനമായി നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ഒരു 3 മണിക്കൂറാണ് ചിലവഴിക്കുന്നതെങ്കിൽ ആത്മാർത്ഥമായി നമ്മൾ മടുപ്പില്ലാതെ അതിനോട് ചേർന്ന് നിന്നിരിക്കുമ്പോ അത് നമുക്ക് ആഖിറത്തിലേക്കുള്ള വലിയ പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനമാണെന്നത് ശരി. എന്നാൽ ഇത് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരില്ലേ, പ്രിയപ്പെട്ട പ്രവർത്തകരില്ലേ, അവർക്ക് ലഭിക്കുന്നത് അവർ ഈ സദസ്സിലുണ്ട്, ഇതിനു വേണ്ടി കസേല നിരത്താനുണ്ട്, ഇതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് അവർ ശബ്ദം കേൾക്കുന്നുണ്ട്, നസീഹത്ത് കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നതിന്റെ 3 മണിക്കൂർ സമയത്തിന്റെ പ്രതിഫലം മാത്രമല്ല അവർക്ക് ലഭിക്കുന്നത്, മറിച്ച് ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി 3 മണിക്കൂർ ചെലവഴിച്ച എത്ര ആളുകളുണ്ടോ അത്രയും ആളുകളുടെ 3 മണിക്കൂറിന്റെ ഹസനാത്തിന്റെ ഒരു ഓഹരി ഈ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് ലഭിക്കാൻ വഴി തുറക്കുന്ന കർമ്മമാണ്, പ്രവർത്തനമാണ് ഈ ഒരൊറ്റ രാത്രി കൊണ്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരായുഷ്കാലത്തിൽ 24 മണിക്കൂർ ഇടതടവില്ലാതെ ആത്മീയമായ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ടതിന്റെ അനുഭവം നമുക്കുണ്ടാവില്ല. നമ്മുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ ദീർഘമായ നിസ്കാരത്തിന്റെ കഥ പറയാൻ നമുക്കില്ല. അതേപോലെ തന്നെ ദീർഘമായിരുന്ന ഖുർആൻ പാരായണം ചെയ്തതിനെ കുറിച്ചും പറയാനുള്ള അനുഭവമില്ല. ഒരു 4-5 പേജ് ഓതിയാൽ തന്നെ നമ്മൾ ഇങ്ങനെ മറിച്ചു വെക്കും, ഒരു ജുസ് പൂർത്തിയാക്കാൻ ഇനി എത്രയാ പേജ് ഉള്ളത് എന്ന് നോക്കും. എന്ന് പറഞ്ഞാൽ മടുപ്പ് ചെറുങ്ങനെ വന്നു തുടങ്ങി എന്നാണ് ആ നോട്ടത്തിന്റെ അടയാളം. അതാണ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. ഒരു 2 റക്അത്ത് നിസ്കരിച്ചു അല്ലെങ്കിൽ 4 റക്അത്ത് നിസ്കരിച്ചു, അപ്പൊ തന്നെ ഇനിയും ഒരു 2 റക്അത്ത് നിസ്കരിക്കുമ്പോ അതേ ഫർളായ കാര്യങ്ങൾ മാത്രം പരിഗണിച്ച് സുന്നത്തിനെ ഒഴിവാക്കുന്ന പോലെയാണ് നമുക്ക് ഉണ്ടാകുക. തൽക്കാലം ബിസ്മി കൊണ്ട് സുന്നത്തെടുത്ത് സൂറത്തിന്റെ ഫായിദ കിട്ടാൻ വേണ്ടി ശ്രമിക്കും. കാമിലായ ഒരു സൂറത്ത് ഓതാൻ ചിലപ്പോൾ നമുക്ക് മനസ്സ് വരൂല. എന്ന് പറഞ്ഞാൽ ഈ നിസ്കാരത്തോടുള്ള ലദ്ദത്ത് നമുക്ക് കിട്ടുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. 2 റക്അത്ത് മുഅക്കദായ റക്അത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അതിന്റെ അപ്പുറത്തും മുഅക്കദിന്റെ അപ്പുറത്ത് ദുഹറിന് മുമ്പ് തന്നെ 2 റക്അത്തും കൂടെ ഉണ്ട്. പക്ഷേ മുഅക്കദ് നിസ്കരിച്ചിട്ടുണ്ടല്ലോ, മറ്റേത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് തൽക്കാലം മാറി നിൽക്കുന്ന മനോഭാവമാണ് നമുക്കുള്ളത്. ഞാനിത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായി വ്യക്തിപരമായി നമ്മൾ നിർവഹിക്കുന്ന അമലുകൾ, ആ അമലുകൾ നിർവഹിക്കുമ്പോൾ നമ്മൾ അറിയാതെ അതിനോടുള്ള ഒരു രസം നഷ്ടപ്പെട്ട് മടുപ്പിലേക്ക് നമ്മൾ നീങ്ങിപ്പോയി അസ്തമിക്കും, അവസാനിച്ചു പോകും. അതാണ് നമ്മുടെ അനുഭവം. അങ്ങനെ ആലോചിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹസനാത്ത് ചെയ്ത ഒരു കർമ്മം ചെയ്തതിന്റെ അനുഭവം പറയാൻ നമുക്ക് ഉണ്ടാകൂല. എന്നാൽ 24 മണിക്കൂറല്ല, ഒരു 100 ആളുകളുടെ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക. 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 300 മണിക്കൂർ. ഈ 300 മണിക്കൂറിൽ എത്ര 24 മണിക്കൂറുകളുണ്ട് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരുപാട് ദിവസങ്ങളിൽ ഇടതടവില്ലാതെ അള്ളാഹുവിന്റെ സൽക്കർമ്മം ചെയ്തതിന്റെ പ്രതിഫലം ഔദാര്യമായി ലഭിക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് ഈ പ്രവർത്തനമെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചില വേണ്ടാത്തരങ്ങളിലേക്ക് വഴുതി പോകുമ്പോ, നമ്മൾ അറിയാതെ അതിലേക്ക് ചേർന്നു പോകുമ്പോ അതെല്ലാം പരിഹരിച്ചു കിട്ടാനുള്ള ഒരു മാർഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു നല്ല കൂട്ടായ്മയിലേക്ക് പങ്കുചേരുക എന്നുള്ളത്. ഇന്നൽ ഹസനാത യുദ്ഹിബന സയ്യിആത്, തീർച്ചയായും നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് ഹസനാത്തുകൾ, നിർവഹിക്കപ്പെടുന്ന ഹസനാത്തുകൾ അത് കേവലം ഹസനാത്തുകൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അതിനു മുമ്പ് സംഭവിച്ചു പോയ പിഴവുകൾ എത്രയുണ്ടോ ആ പിഴവുകൾ മായ്ക്കപ്പെടാൻ, അതിനെ കൃത്യമായി സ്ഫുടം ചെയ്യാൻ ഈ ഹസനാത്തുകൾ കാരണമാകുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, കഴിഞ്ഞ നാളുകളിൽ ചെയ്തു പോയ ചില തെറ്റുകൾ മനഃപൂർവമല്ല, അറിയാതെ സംഭവിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ ജീവിതത്തിൽ എപ്പോഴോ നമ്മളൊന്ന് ഫോൺ കയ്യിലെടുത്തപ്പോൾ വേണ്ടാത്ത ചിത്രങ്ങൾ കണ്ടിട്ട്, അനാവശ്യങ്ങൾ കണ്ടിട്ട് കുറച്ചു സമയം ചെലവഴിച്ചു പോയിട്ടുണ്ട്. തന്റെ മുന്നിലേക്ക് ബ്ലിങ്ക് ചെയ്തു വരുന്ന ചില ലിങ്കുകൾ അതിലൊന്ന് ടച്ച് ചെയ്തു പോയപ്പോൾ സംഭവിച്ചതാണ്. അത് നോക്കാനല്ല മൊബൈൽ തുറന്നത്, പക്ഷേ തുറക്കുമ്പോൾ നമ്മളെ ക്ഷണിക്കുന്ന ചില പരസ്യങ്ങൾ, വേണ്ടാത്തരങ്ങൾ, അതിൽ ഞാനൊന്ന് ടച്ച് ചെയ്തു പോയി, പ്രസ് ചെയ്തു പോയി, കുറച്ചു മണിക്കൂറുകൾ ഞാൻ അതിൽ സമയം ചെലവഴിച്ചു പോയി. അത് ശരിയല്ലായിരുന്നു.
എന്റെ മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു അത്. എന്റെ ഹബീബിന്റെ മനസ്സിന് നൊമ്പരമുണ്ടാകുന്ന കാര്യമായിരുന്നു അത്. അതിനുവേണ്ടി ഞാൻ ചെലവഴിച്ചു. ശരി, ആ മുത്തുനബിയുടെ മനസ്സിന്റെ നൊമ്പരം എനിക്ക് എങ്ങനെയാണ് മാറ്റാൻ കഴിയുക? ഞാൻ എങ്ങനെയാണ് പരിഹരിക്കുക? അതിനൊരു വഴിയേ ഉള്ളൂ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റു ചില കാര്യങ്ങൾ അവിടുത്തെ പൊരുത്തം കൂടെ ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കുക. അങ്ങനെ നിർവഹിച്ചാൽ അങ്ങകല മദീന മുനവ്വറയിൽ അന്തിയുറങ്ങുന്ന ലോകത്തിന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ ആത്മാവ് സന്തോഷിക്കും. അവിടുന്ന് വല്ലാതെ സന്തോഷിക്കും. അവിടുന്ന് നമ്മെ കണ്ടുകൊണ്ടാണ് അവിടുന്ന് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അവിടുന്ന് ഓർമ്മപ്പെടുത്തി, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. ഒരേ പ്രയോഗമാണ് നടത്തിയത്. ഹയാത്തിനോട് ചേർത്തു പറഞ്ഞതും ഖൈറാണെന്നാണ്, വഫാത്തിനോട് മമാത്ത് എന്ന് പറഞ്ഞിട്ടും ചേർത്തു വെച്ചത് ഖൈറാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഭൗതികമായ ലോകത്തെ ജീവിതം അവസാനിപ്പിച്ച് ബർസഖി ലോകത്തെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്നത് ശരിയാണ്. പക്ഷേ അവിടുത്തെ ഉമ്മത്തുകൾക്ക് ലഭിക്കുന്നത് രണ്ടും ഒരേപോലെയുള്ള അവസ്ഥയാണ്. സുഹബത്തിന്റെ മഹാത്മ്യം ലഭിക്കില്ലെങ്കിലും ആത്മാവ് കൊണ്ടുള്ള ചേർച്ച ലഭിക്കാനുള്ള അവസരമുണ്ട്. ഈ വാചകം പറഞ്ഞിട്ട് എന്റെ ജീവിതകാലം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ് എന്ന് പറഞ്ഞു വെച്ചിട്ട് തുടർന്ന് ചേർത്ത് പറയുന്നത്, എന്റെ ജീവിതകാലത്ത് നിങ്ങളെ പ്രവർത്തനങ്ങൾ ഞാൻ കാണുമ്പോൾ നിങ്ങളെ തിരുത്താൻ എനിക്ക് പറ്റാറുണ്ട്. നല്ല കാര്യങ്ങളിൽ എനിക്ക് സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. നിങ്ങളോട് പ്രാർത്ഥനയുടെ മനസ്സോടെ ചേർന്നു നിൽക്കാറുണ്ട്. ഇതെല്ലാം അവിടുത്തെ ഹയാത്തുകാലത്ത് അനുയായികൾക്ക് ലഭിക്കുന്ന ഖൈറാണെങ്കിൽ, ഇനിയോ വഫാത്തിനു ശേഷവും നിങ്ങളെ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയാത്ത വ്യക്തിയല്ല. സർത്താവ് എന്നെ ആദരിച്ചതിന്റെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ ഒന്നാണ് എനിക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കാണാനുള്ള അവസരം എന്നത്. വസയറല്ലാഹു അമൽക്കും വറസൂലുഹു, ബിദ്അത്തുകാർ പറയുന്നത് പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തോടെ എല്ലാം അവസാനിച്ചു എന്നതല്ല. ജമാഅത്തുകാരൻ പ്രബോധനത്തിൽ പച്ച മലയാളത്തിൽ എഴുതിയതുപോലെ പ്രവാചകന്മാരുടെ ശരീരം ഭൂമി ലോകത്ത് വെക്കാതിരുന്നത് അത് ജീർണിച്ച് നാറിപ്പോകും, അതുകൊണ്ടാണ് അതിനെ മറവ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തത് എന്ന് പച്ചയായി എഴുതി വെച്ച ജമാഅത്തിന്റെ വാദവുമല്ല. മറിച്ചോ അല്ലാഹു ഖുർആനിൽ പറയുന്നത്, വസയറല്ലാഹു അമലക്കും വറസൂലുഹു, അല്ലാഹുവും അവന്റെ പ്രവാചകരും നിങ്ങളെ പ്രവർത്തനങ്ങൾ കാണുമെന്ന് ഒരു മുഫസ്സിറും പറഞ്ഞില്ല. അത് ഹയാത്തുകാലത്ത് മാത്രം ബാധകമാണെന്ന്. അല്ലാഹുവിന്റെ കാഴ്ചയല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാഴ്ച. അല്ലാഹുവിലേക്ക് ചേർത്ത് പലപ്പോഴും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, പ്രവാചകരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം റഊഫ് എന്നുള്ളത് അല്ലാഹുവിന്റെ നാമമാണ്, റഹീം എന്നുള്ളത് അല്ലാഹുവിന്റെ നാമമാണ്. ഈ നാമം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് അല്ലാഹു തന്നെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ നിലക്ക് അല്ലാഹുവിന്റെ നാമങ്ങൾ തന്നെ നൽകിയിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ അറിയൽ പോലെയല്ല ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവ്. അത് തികച്ചും വ്യത്യസ്തമാണ്. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അവൻ കൊടുത്ത പ്രത്യേകമായ പരിഗണന കൊണ്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുയായികളുടെ പ്രവർത്തനങ്ങൾ ഹയാത്തിനു ശേഷവും വഫാത്ത് കാലത്തും കാണും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറായതുപോലെ എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണെന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട നേതാവ് ഓർമ്മപ്പെടുത്തുന്നത്, തുറദു അലയ്യ അമാലക്കും, നിങ്ങളുടെ അമലുകൾ എന്നിലേക്ക് വെളിവാക്കപ്പെടും എന്നതാണ്. അപ്പോൾ നമ്മുടെ അമലുകൾ ആ ഹബീബിലേക്ക് വെളിവാക്കപ്പെടും. കൂട്ടുകാരാ, നിങ്ങൾ ഈ കഠിനാധ്വാനം അങ്ങകല മദീന മുനവ്വറയിൽ കാണുന്നുണ്ട്. തീർച്ചയാണ് അധ്വാനിച്ചവർക്ക് മനസ്സ്
മനസ്സുകൊണ്ട് സംതൃപ്തിയടയാൻ ആത്മീയമായ വഴിയിൽ ഈ സദസ്സ് എനിക്ക് സബബാകുമോ എന്ന് ആലോചിക്കുന്നുവെങ്കിൽ തീർച്ച നിങ്ങൾക്കത് സബബാണ് എന്നതിൽ സംശയമില്ലാതെ മനസ്സുകൊണ്ട് ഉറപ്പിക്കാൻ. ആത്മാർത്ഥതയുടെ മനസ്സാണോ നിങ്ങൾക്കുള്ളത്? അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന കർമ്മത്തിലാണ് ഞാൻ ഉള്ളത് എന്ന പ്രതീക്ഷയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയിൽ ഇരുന്നു കൊണ്ട് ഈ മസ്ജിദിന്റെ മുറ്റത്ത്, ഈ മദ്രസയുടെ ഓരത്ത് നമ്മൾ ഓരോരുത്തരും ഇരിക്കുമ്പോൾ അത് കാണാനുള്ള ശേഷി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട നേതാവ് ഇത് കാണുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് ഖൈറായതാണ് കാണുന്നതെങ്കിൽ ഹമിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. ഈ സദസ്സ് കണ്ടിട്ട് മദീന മുനവ്വറയിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിൽപ്പെട്ട ഇവിടെ ഒരുമിച്ച് കൂടിയ അനുയായികളിലേക്ക് നോക്കിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു കിട്ടിയാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ സദസ്സിൽ വന്നിരുന്നത് നമുക്ക് വല്ലാത്ത സന്തോഷമായി. ഇതിനു വേണ്ടി അധ്വാനിച്ച കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇത് പാരത്രികമായ ലോകത്തേക്കുള്ള വലിയ ഒരു സമ്പാദ്യമായി അവശേഷിക്കുമെന്നതിന്റെ സമാധാനമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സദസ്സ് കണ്ടും അനുഭവിച്ചും ഇരിക്കുമ്പോൾ ഞാനിതെന്തിനാണ് സൂചിപ്പിച്ചത്? നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ വളർച്ചയെ തേടി നമ്മൾ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളിൽ ഇത്തരം ഖൈറായ കാര്യങ്ങളിൽ ഇടപെടുന്ന സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരാത്മബന്ധത്തിന് അവസരം നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ലഭിക്കാനാണ് നമ്മൾ ഈ സദസ്സിൽ വന്നിരുന്നത്. എന്റെ മുഹിബ്ബുകളോട്, ഈമാനുള്ള ജനങ്ങളോട് വളരെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിങ്ങളെ ഖൽബ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് ചേരേണ്ടത്, അവിടത്തേക്കാണ് ബന്ധപ്പെടേണ്ടത്. മറ്റെല്ലാ കാര്യങ്ങളെയും മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു മണിക്കൂർ സമയം മദീനയോട് സംവദിക്കാൻ, ഒരു മണിക്കൂർ സമയം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർന്നു ലയിച്ച് സ്വലാത്തു സലാമിന്റെ വചനങ്ങൾ ഉരുവിട്ട് നമുക്ക് ഈ സദസ്സ് പ്രയോഗിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമായിരിക്കും. അല്ലാഹു ആ നിലക്ക് വലിയ ഫലം ചെയ്യുന്ന മജ്ലിസാക്കി, അഥറുള്ള മജ്ലിസാക്കി ഈ മജ്ലിസിനെ മാറ്റിച്ചെരുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ആത്മീയമായ വഴികളിൽ വളർച്ചയുണ്ടാകാൻ എപ്പോഴെങ്കിലും സംഭവിച്ച പിഴവുകൾ അത് പരിഹരിച്ചു കിട്ടാനുള്ള വഴി നല്ല കൂട്ടായ്മയിലേക്ക് ചേർന്ന് ഇതുപോലെയുള്ള ഖൈറായ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്താൽ അൽ ഹസനാത്തു യുദ്ഹിബുന സയ്യിആത്ത്, നിങ്ങൾ ചെയ്ത ഹസനാത്തുകൾ നിങ്ങളെ മോശത്തരത്തെ മായ്ച്ചു കളയും എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്തരങ്ങൾ അറിയാതെ സംഭവിക്കുമ്പോൾ ആലോചിക്കണം, ഇതിനൊരു പ്രായശ്ചിത്യം വേണം, ഇതിനൊരു പരിഹാരം വേണം. ആ പരിഹാരം എന്താണ് എന്ന ആലോചനയിൽ ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക. അക്കൂട്ടത്തിൽ നമുക്കുള്ള മറ്റൊരു വഴിയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. നികൃഷ്ടമായ ഖൽബുകൾക്ക് വിശുദ്ധി ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗമേതാ? ആ മാർഗത്തെ തേടി അലയുന്നവരെ എവിടേക്കാണ് ക്ഷണിച്ചത്? ഏത് വഴിയിലേക്കാണ് ക്ഷണിച്ചത്? തേടി അലഞ്ഞ് നിങ്ങൾ ആത്മീയമായ വഴിയിൽ കൈപിടിക്കാനുള്ള ആളുകളെ കുറിച്ച് ആലോചിക്കുകയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അല്ലേ? പുതിയ കാലത്ത് അങ്ങനെയാണ്. എവിടെയാണ് പിഴച്ചു പോകുക എന്നറിയില്ല. ആത്മീയമായ വഴികളെ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യം, തരീഖത്തെന്ന് പറഞ്ഞ് ചൂഷണത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാര്യം, നന്നാകണമെന്ന് കൊതിച്ച് നടക്കുന്ന മനുഷ്യൻ അറിയാതെ ആരിലോ പോയി പെട്ടിട്ട്
പിന്നെ ആ പെട്ടതിനു ശേഷം വിശുദ്ധമായ ശരീഅത്തിന്റെ മൂല്യവത്തായ ആശയങ്ങളോട് തിരസ്കാരത്തിന്റെയും വിസമ്മതത്തിന്റെയും എന്ന് മാത്രമല്ല സ്വാത്വികരായ പണ്ഡിത ശ്രേഷ്ഠരോടുള്ള അതവും ഗുരുത്വവും വലിച്ചെറിഞ്ഞിട്ട് അവര് പഠിപ്പിച്ച വിശുദ്ധമായ ഇസ്ലാമിന്റെ തനതായ ആശയങ്ങൾക്കപ്പുറത്ത് ഞങ്ങൾക്ക് ചിലത് തിരിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന വ്യത്യസ്തങ്ങളാകുന്ന വാദങ്ങളെ ഉന്നയിച്ചുകൊണ്ട് പുതിയ വഴി സ്വീകരിക്കുന്ന ദുഃഖകരമായ സാഹചര്യങ്ങളുണ്ട്. നിങ്ങളെ നിസ്കാരമല്ല, നിങ്ങളുടെ ഈ കാര്യങ്ങളൊന്നുമല്ല, ആത്മീയതയുടെ ടേസ്റ്റ്, അതിന്റെ വല്ലാത്ത ലദ്ദത്തെന്ന് പറഞ്ഞ് നിങ്ങൾ ലാഹിരീങ്ങളാണ്, നിങ്ങൾ ലാഹിറനുസരിച്ച് ജീവിക്കുന്നവരാണ്, ഞങ്ങൾ ബാത്തുനിയത്തിന്റെ വക്താക്കളാണ്, നിങ്ങൾക്ക് തിരിയാത്തത് പലതും തിരിയുമെന്ന കിബറിന്റെ മനസ്സ്, അതൊരു അഹങ്കാരത്തിന്റെ മനസ്സ്. ഈ ലോകത്ത് സുന്നത്ത് ജമാഅത്തിനെ പഠിപ്പിച്ച പണ്ഡിത ശ്രേഷ്ഠർ, ആ പണ്ഡിത ശ്രേഷ്ഠർക്ക് ഈ തസവ്വുഫിന്റെ ആത്മജ്ഞാനങ്ങൾ അറിയാത്തവർ, കാരണം അവർ ഈ ലാഹിരിയായ ശരീഅത്തിന്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ പറ്റിയവർ, അതിന്റെ അപ്പുറത്ത് ചിലത് നേടുന്നവർ ഞങ്ങളാണ് എന്ന അഹങ്കാരത്തിന്റെ മനസ്സോടെ അധപതനത്തിന്റെ വടിയിലേക്ക് ചേർന്നിട്ട് അതബിന്റെ വടികളെ മുഴുവനും തിരസ്കരിച്ചിട്ട് വളർത്തിയെടുത്ത പണ്ഡിതന്മാരെ മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് അതിന്റെ അവിടെയൊന്നുമല്ല കാര്യമെന്ന് പറഞ്ഞിട്ട് വഴിവിഴച്ചു പോകുന്നതിന്റെ ദുർഘടിയിൽ എത്തിപ്പെട്ട മനുഷ്യരെ നമ്മൾ കാണുകയാണ്. അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ്യത്യസ്തങ്ങളാകുന്ന വഴിയിലൂടെ അവരെങ്ങനെ ഈ ഉമ്മത്തിലേക്ക് ചേക്കാറാനുള്ള ശ്രമമുണ്ട്. ആ ശ്രമങ്ങളെ തിരിച്ചറിയുക. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അങ്ങനെ ഒരു വഴിയിൽ ഇസ്ലാമിനകത്തു തന്നെ ചേർന്നു നിന്നുകൊണ്ട് നമ്മെ പഴപ്പിക്കാൻ വേണ്ടി ചില ആളുകളെ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള വഴികളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടൊന്ന് നന്നാകണം. എങ്ങനെയാണ് നന്നാകുക? ഞാൻ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഹുദൂറുൽ ഖൽബ് കിട്ടുന്നില്ല, ഞാൻ എന്റെ നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കുന്നില്ല. അല്ലാഹ് എന്ന ചിന്തയിൽ ഖൽബ് റബ്ബിലേക്ക് ലയിച്ചുകൊണ്ട് എനിക്കൊരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ കഴിയുന്നില്ല, എനിക്കൊരു അല്ലാഹു അക്ബർ പറയാൻ കഴിയുന്നില്ല. ശരിയാ, അങ്ങനെ കഴിയണം, അങ്ങനെ കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് നമുക്ക് ആത്മീയമായ വളർച്ച ലഭിക്കുന്നത്. സൃഷ്ടിച്ച നാഥന്റെ മുന്നിലേക്ക് വിനയത്തോടെ വിധേയത്വത്തോടെ പറയുന്ന വാചകമാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അത് കൽബറിഞ്ഞു പറയേണ്ടതാണ്, റബ്ബിനെ ആദരിച്ചു പറയേണ്ടതാണ്, അടിമയായ ഞാൻ നിസ്സാരനാണെന്ന വികാരത്തോടെ പറയേണ്ടതാണ്. ഒന്നിനും കൊള്ളാത്തവനാണു ഞാൻ, എന്റെ ഒരു ചെറുവിലരക്കാൻ എനിക്ക് കഴിവില്ല, എന്റെ നാക്കു ചലിപ്പിക്കാൻ എനിക്ക് കഴിവില്ല, എനിക്കൊരു നിമിഷത്തിൽ ഓക്സിജൻ ശ്വസിച്ച് പുറത്തുവിടാൻ സ്വന്തമായ കഴിവില്ല, ഒരിറ്റു വെള്ളം എന്റെ അന്നനാളത്തിലൂടെ കടന്നു പോകാനുള്ള അങ്ങനെ സ്വന്തമായ അതിനുള്ള ശേഷിയും എനിക്കില്ല. സർവ സെക്കൻഡുകളിലും തന്റെ സംവിധാനങ്ങളെ മുഴുവനും കൃത്യമായി നിയന്ത്രിച്ച് പരിപാലിച്ച് അതിനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ ഔന്നിത്യത്തെ കുറിച്ച് മനസ്സിലേക്ക് ചേർത്തു വെച്ചുകൊണ്ട് വിനയത്തോടെ വിധേയത്വത്തോടെ റബ്ബിനോടുള്ള നേരിട്ടുള്ള സംഭാഷണം. റജബ് മാസമാണല്ലോ ഇത്. ഈ മാസത്തിൽ നമ്മൾ നല്ലോണം ആലോചിക്കേണ്ടത്, നല്ലോണം ചിന്തിക്കേണ്ടത് റബ്ബിലേക്കുള്ള നേരിട്ടുള്ള സംഭാഷണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകൾ എന്ന നിലക്ക് അല്ലാഹു നമ്മെ കൂടെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ആദരവിന്റെ ഭാഗമായി ഔദാര്യമായി റബ്ബ് നൽകിയ 50 വക്ത് നിസ്കാരത്തിനു സമാനമാകുന്ന 5 നേരത്തെ നിസ്കാരം, റബ്ബിനോടുള്ള നേരിട്ടുള്ള മുനാജാത്ത്, സംബോധനമാണെങ്കിൽ, സംഭാഷണമാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അതിൽ നമുക്ക് മനസ്സ് ചേർന്നു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവിടെ നമുക്ക് ഖൽബ് ചേർത്ത് വെച്ചുകൊണ്ട് അമല് നിർവഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ പരാജയം തന്നെയാണ്, അത് നമ്മുടെ നഷ്ടം തന്നെയാ. അവിടെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്തു തന്നെ ഖൽബ് വിനയത്തോടെ റബ്ബിലേക്ക് ചേർന്നു നിൽക്കേണ്ടത്. അങ്ങനെ തുടങ്ങിയിട്ട് സലാം വരെയുള്ള സന്ദർഭങ്ങളിൽ അല്ലാഹ് എന്ന ചിന്തയിൽ
അവന്റെ ഔന്നിത്യത്തെക്കുറിച്ച് പറയുന്ന വ്യത്യസ്ത വാചകങ്ങൾ, അടിമയായ എനിക്ക് റബ്ബിന്റെ ഔദാര്യം ലഭിക്കാനുള്ള വിനയത്തിന്റെ അപേക്ഷകൾ, ഇതെല്ലാമാണ് നിസ്കാരത്തിലുടനീളമായി നമ്മൾ പറയുന്നതെങ്കിൽ അതെല്ലാം കൽബിനെ ചേർത്തു വെച്ചുകൊണ്ട് ആത്മസന്തോഷത്തോടെ നിർവൃതിയോടെ നമുക്ക് പറയാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഇബാദത്തിന്റെ ഒരു സായുജ്യം, നമ്മുടെ അതിന്റെ ഒരു സംതൃപ്തി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അത് ലഭിക്കാതിരിക്കുമ്പോൾ വിശ്വാസി ആലോചിക്കണം, എനിക്ക് എവിടെ നിന്നാണ് ഇത് ലഭിക്കുക, എപ്പോഴാണ് ലഭിക്കുക? അങ്ങനെ ലഭിക്കാനുള്ള ആലോചനയിൽ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യ മഹത്തുക്കളായ ആളുകൾ അവരെ നിസ്കരിച്ച് സമയം പോയത് അറിഞ്ഞില്ല, അവരെ ഖുർആനോദി ഭക്ഷണം കഴിക്കാൻ നേരം വന്നത് അറിഞ്ഞില്ല. അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ വഴികളിൽ റബ്ബിലേക്ക് മാത്രം ചേർന്നു നിന്നുകൊണ്ട് ഇലാഹി സ്മരണയിൽ ലയിച്ച് ജീവിതത്തിന്റെ ഭൗതിക വ്യവഹാരങ്ങളെ മുഴുവനും മറന്ന് ആത്മീയതയുടെ ഔന്നിത്യത്തിലേക്ക് ചേർന്നു നിന്ന് അല്ലാഹ് 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 എന്ന വല്ലാത്തൊരു ലളിതത്തിന്റെ അവസ്ഥയിൽ അവർ ലയിച്ചു നിൽക്കുമ്പോ അവരെല്ലാം മറന്ന് റബ്ബിലേക്ക് ചേർന്ന് ഇബാദത്തിലായി മുഴുകി നിൽക്കുമ്പോൾ പാവപ്പെട്ട റാഷിദിന് ഒരു റക്അത്ത് അങ്ങനെ നിസ്കരിക്കാൻ കഴിയുന്നില്ല, നമുക്കൊരു ഫർള് നിസ്കാരം പോലും അങ്ങനെ നിർവഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ എനിക്കൊന്ന് മാറണം, എനിക്കൊന്ന് നന്നാകണം, എനിക്കൊന്ന് വളർച്ചയിലേക്ക് വരണം, ഞാൻ ആരിലേക്ക് പോകും? എനിക്ക് സ്വന്തമായി സാധിക്കുന്നില്ല. അങ്ങനെ വഴി തേടുമ്പോൾ ആത്മജ്ഞാനികളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അവരാരാണ് ശരിയായ വഴിയിലുള്ളവർ എന്നറിയാതിരിക്കുകയാണ്. നിശ്ചയപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല. കള്ളനാണയങ്ങളെമ്പാടുമുണ്ട്. ഈ ഒരു കാലസന്ധിയിൽ ഞാൻ എന്തു ചെയ്യുമെന്ന വ്യാകുലതയോടെ നിൽക്കുമ്പോൾ സ്നേഹത്തോടെ നമ്മ വിളിക്കുന്നു ആത്മീയ വഴിയിൽ വളർച്ച നേടാൻ. ആ വിളിക്കുന്നത് ആരാണ്? സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. നിങ്ങൾ ആശങ്കപ്പെട്ടു നിൽക്കുകയാണോ? അസ്വസ്ഥപ്പെട്ടു നിൽക്കുകയാണോ? ആകുലപ്പെട്ടു നിൽക്കുകയാണോ? കാര്യമായി ആരാണ് ശരിയായ വഴിയിലുള്ളവർ എന്ന് തിരിച്ചറിയാൻ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുകയാണോ? അത്തരം ഒരു കാലഘട്ടത്തിൽ, അത്തരം ഒരു സാഹചര്യത്തിൽ അതേ അവിടുത്തെ ഉമ്മത്തുകളോടുള്ള മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം എന്താണ്? നിങ്ങൾക്ക് അതേ ആത്മീയമായ വഴിയിൽ കൈപിടിക്കാൻ ഒരാൾ വേണം, ഒരു ശൈഖ് വേണമെന്നാലോചിക്കുന്നുവോ? ഫർജിഉ ഇലയ്യ, അത്തരക്കാര് മടങ്ങൂ, എന്നിലേക്ക് മടങ്ങൂ. നിങ്ങൾ ആകുലപ്പെടേണ്ടതില്ല, നിങ്ങൾ അറിയാതെ വഴികേടിത്തരത്തിന്റെ വഴിയിലേക്ക് പോകേണ്ടതില്ല, കള്ളത്തരീക്കത്തിന്റെ വഴിയിലേക്ക് പോകേണ്ടതില്ല. നിങ്ങളെ വിശ്വാസവും കർമ്മങ്ങളും മുഴുവനും നശിപ്പിക്കുന്ന ആത്മീയ ലോകത്തെ ചൂഷകന്മാരിലേക്ക് ചെന്നു ചാടിയിട്ട് നിങ്ങളെ ജീവിതം തന്നെ നശിപ്പിക്കേണ്ടതില്ല. നിങ്ങൾ ആഖിറം നിങ്ങൾ നിഷ്ഫലമാക്കേണ്ടതില്ല. വരൂ ഇലയ്യ, എന്നിലേക്ക് മടങ്ങിക്കൊള്ളൂ. മദീനയിലേക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നുണ്ട്. അത് വെറും വിളിയല്ല, അത് വെറുതാവിലുള്ള വിളിയല്ല, അതൊരു ആലങ്കാരികമായ പ്രയോഗമല്ല. പിന്നെയോ അതേ ഒരത്താണി വേണമെന്ന് ആലോചിക്കുമ്പോ, ഇതിനൊരു പരിഹാരം വേണമെന്ന് കൊതിക്കുമ്പോ, ഇതിനൊരു സൊല്യൂഷൻ വേണമെന്ന് ചിന്തിക്കുമ്പോ നിങ്ങൾക്ക് ചെന്നു ചേരാനുള്ള ഇടം മദീനയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചില്ല.
അവിടെ ഒരു ചോദ്യമുണ്ട്. അങ്ങയിലേക്ക് കൽബു തരാ, അങ്ങയിലേക്ക് മനസ്സു തരാ, അങ്ങയുടെ മുന്നിൽ സമയം ചെലവഴിക്കാൻ അതിന് തടസ്സമില്ല. ലോകത്ത് അനുഗ്രഹങ്ങൾ മുഴുവനും അനുഭവിക്കാൻ വഴി തുറന്ന നേതാവല്ലയോ പാവപ്പെട്ട റാഷിദിന്റെ ജീവിത സുഖങ്ങൾ മുഴുവനും അത് തുറക്കപ്പെടാൻ കാരണക്കാരനായ നായകനല്ലയോ? സംതൃപ്തമായ ഭൗതികമായ ലോകത്തെ ജീവിതവും പാരത്രികമായ ലോകത്തെ ജീവിതവും ലഭിക്കാൻ സബബായ നേതാവല്ലയോ? ആ നേതാവിന് കൊടുക്കാൻ സമയമില്ലാതിരിക്കുകയോ? അവിടത്തെ ഓർക്കാൻ എനിക്ക് മടിയോ? അവിടത്തേക്ക് ചേരാൻ എനിക്ക് വൈമനസ്യമോ? ഇല്ല ഇല്ല, അങ്ങനെ എനിക്കൊരിക്കലും സംഭവിക്കില്ല. ഞാൻ അതിനോ സന്നദ്ധമാണ്, ഞാൻ അതിനൊരുക്കമാണ്. പക്ഷേ അങ്ങനെ സമയം ചെലവഴിക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോഴും എനിക്ക് ആത്മീയമായ വളർച്ചയ്ക്ക് എന്താണ് അവിടുന്ന് നിർദ്ദേശിക്കാനുള്ളത്? എന്നിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിച്ചു, ഫക്സിറൂ സ്വലാത്തിന്റെ വാർഷികമല്ലേ ഇത്? 2 ആഴ്ചയിൽ ഒരിക്കൽ കൂട്ടമായി ചെല്ലുന്നതാണ്, എല്ലാ ദിവസവും ചെല്ലേണ്ടതാണ്. ആത്മീയമായ വളർച്ച കൊതിക്കുന്നവരെ അറിയാതെ ഹറാമിന്റെ വഴിയിലൂടെ ചേർന്നു പോയിട്ടുള്ളവരെ, അതേ ചെറിയ പാപങ്ങൾ സംഭവിച്ചു പോയവരെ നന്നാകണമെന്ന് അടിസ്ഥാനപരമായി മനസ്സിൽ കൊതിയുള്ള കൂട്ടുകാരാ, പെങ്ങളെ, പരിഹാരമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മടങ്ങാനാണ് പറയുന്നത്. എന്നിട്ടോ അവിടുത്തെ മേലെ സ്വലാത്തിനെ വർദ്ധിപ്പിക്കാനാണ്. അങ്ങനെ വർദ്ധിപ്പിച്ചാലോ നിങ്ങളെ മനസ്സ് മാറും, നിങ്ങളെ ആത്മാവ് വിശുദ്ധമാകും, ജീവിതത്തിന്റെ രീതി മാറും, ഇബാദത്തിനോടുള്ള രസം വർദ്ധിക്കും. അതേ ദുനിയാവിനോടുള്ള മഹബ്ബത്ത് കുറയും. ഇതെല്ലാം ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സ്വലാത്തിന്റെ വഴിയിലൂടെ ചേരുമ്പോൾ ലഭിക്കുമല്ലോ. അങ്ങനെ ലഭിക്കാൻ വേണ്ടി, നമ്മുടെ മനസ്സൊന്ന് ക്ലിയർ ആകാൻ വേണ്ടി, ജീവിതം ആത്മീയമായ വിശുദ്ധിയിലേക്ക് ചേർന്നിട്ട് മഹാന്മാരനുഭവിച്ചതുപോലെയുള്ളൊരു അനുഭൂതി അതേ അമലുകൾ ചെയ്തിട്ടൊന്ന് ലഭിക്കാൻ വേണ്ടി നടക്കുമോ, മടങ്ങുമോ? ഇലാ റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അങ്ങനെയൊന്ന് സഞ്ചരിക്കുമോ? അങ്ങനെ സഞ്ചരിച്ചാൽ നമുക്ക് വലിയ മാറ്റമാണല്ലോ. കണ്ടില്ലേ, മഹാന്മാര് വിശദീകരിച്ചു. സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് മുത്തുനബി വെറുതെ പറഞ്ഞതല്ല. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെന്നത് കൊണ്ടാണ്. അതേ 100 കണക്കിന് പ്രത്യേകമായ ഫലങ്ങളുണ്ട്. എല്ലാം കൂടെ പറയാനുള്ള സമയത്തിന്റെ പരിമിതിയുണ്ട്. ചില പ്രധാനപ്പെട്ടത് മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ചു പോയിക്കോട്ടെ. മദീനയിലേക്കൊന്ന് മനസ്സു ചേരാനാണ്, സ്വലാത്ത് ചൊല്ലാൻ ഒരു പ്രചോദനം കിട്ടാനാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി പിരിയുമ്പോഴേക്ക് ഒരനക്കം ആത്മീയ വളർച്ച ലഭിക്കാനാണ്. ആ
വളർച്ച കൊണ്ട് പാവപ്പെട്ട റാഷിദിന് ഭാവിയിലുള്ള ജീവിതത്തിൽ അമലിനോടൊന്ന് ഹിർസ് കിട്ടിയെങ്കിൽ, മുത്തുനബിയെ ഇത്തിബാഉ ചെയ്യാൻ ഒരു കൊതി വന്നെങ്കിൽ, റബ്ബിനോടുള്ള മഹബ്ബത്തിന്റെ വർദ്ധനവ് ലഭിച്ചെങ്കിൽ, ഇതെല്ലാം ആഗ്രഹിച്ചുകൊണ്ടാണ് ചിലത് ഞാൻ പറയുന്നത്. അതേ, ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ഉജറുൽ മുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതേ സ്വലാത്ത് ചെല്ലുന്നവർക്കുള്ള കൂലി എന്താണ്? ആ കൂലിയുടെ തലം എന്താണ്? ബിഅശരി ഹസനാത്ത്, 10 ഇരട്ടിയാണുള്ളത്. ഒരു സ്വലാത്ത് കൊണ്ട് അതാ 10 ഹസനാത്താണ്. അതേ ഹസനാത്തിന്റെ വർധനവിലൂടെയാണല്ലോ ആത്മീയ വളർച്ച. ഹസനാത്തുകൾ യുദ്ഹിബിന സയ്യാത്തെന്നല്ലേ, തെറ്റുകളെ മായ്ച്ചു കളയുമെന്നല്ലേ. ഒറ്റ സ്വലാത്ത് കൊണ്ട് ഹസനാത്ത് 10 എണ്ണമാണ്. ആത്മീയമായ ദറജയാണോ? രണ്ടാമത്തെ കാര്യം എന്താണ്? അതേ, ഒരു സ്വലാത്ത് ചെല്ലുന്നയാൾക്ക് റിഫഅത്ത് ലഭിക്കുകയാണ്. 10 ദറജാത്ത്, 10 ദറജയാണ്. 10 ദറജ ഗ്രേഡ് കൂടുകയാണ്. മൂന്നാമത്തതോ യഗ്ഫിറുൽ മുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സയ്യിആത്ത്. അതേ, ഒരു സ്വലാത്ത് കൊണ്ട് റബ്ബ് തആല പുറത്തു കൊടുക്കുന്നു. മൂന്നാമത്തെ പ്രത്യേകത, ആത്മീയമായ വളർച്ചയ്ക്ക് വഴി തുറക്കുന്ന മൂന്നാമത്തെ കാര്യം, 10 പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. നാലാമത്തതെന്താണ്? അതേ, സബബുൻ ഫീ ശഫാഅത്തിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അതേ എന്തിനാണ് ആത്മീയമായ വളർച്ച? എന്തിനാണ് നമുക്ക് ആരാധനയിൽ ലദ്ദത്ത് ലഭിക്കുന്നത്? ദുനിയാവിന് വേണ്ടിയല്ല, പാരത്രിക ലോകത്തിന് വേണ്ടിയാണ്. അവിടെ ഒരു സുഖത്തിന് വേണ്ടിയാണ്, അവിടെ സന്തോഷത്തിന് വേണ്ടിയാണ്. എങ്കിൽ പറയട്ടെ, അവിടെയും സന്തോഷത്തിന് വകുപ്പുണ്ട്. നമ്മെ രക്ഷപ്പെടുത്താനുള്ള വഴിയിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഇനി ഒരു മനുഷ്യന്റെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ട കാര്യം എന്താണ്? ദുനിയാവിന്റെ കെട്ടുപാടുകളിൽ നിന്ന് രക്ഷപ്പെടണം. ഇവിടെയുള്ള അസ്വസ്ഥതകളൊക്കെ ഒന്ന് തീർന്ന് സ്മൂത്തായിട്ട് ഒരു ലൈഫ് കിട്ടണം. എന്നാലാണ് റബ്ബിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയുക. അഞ്ചാമത്തെ ഫലം എന്താണ്? യക്ഫില്ലാഹുൽ അബ്ദൽ മുസല്ലി. ഒരു സ്വലാത്ത് ചൊല്ലുന്ന അടിമയില്ലേ, ആ അടിമയ്ക്ക് അല്ലാഹു മതിയാക്കി കൊടുക്കുകയാണ്. എന്തേ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മേലുള്ള സ്വലാത്ത് കാരണം അല്ലാഹു മതിയാക്കുന്നത് എന്താണ്? അയാളെ ടെൻഷനാക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിന് ടെൻഷനാക്കുന്ന കാര്യങ്ങളുണ്ടോ? അതിനെ നീക്കാനുള്ള വഴി എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ഇനി നിങ്ങൾ നോക്കൂ, ആറാമത്തെ കാര്യം, അതേ അല്ലാഹുവിന്റെ വഴിയിലേക്ക് കൂടുതൽ അടുക്കാൻ അതിന് ആരോടുള്ള ബന്ധങ്ങളാണ് ആവശ്യമുള്ളത്? മഹത്തുക്കളോടുള്ള ബന്ധങ്ങളാണ് ആവശ്യമുള്ളത്. മഹത്തുക്കളെ പ്രാർത്ഥനയാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുമല്ലോ. എങ്കിൽ പറയട്ടെ, തുസല്ലിൽ മലായിക, മലായികത്തുകൾ സ്വലാത്ത് ചൊല്ലുന്നു അലൽ അബ്ദി, ഒരടിമയുടെ മേൽ അവരെ പ്രാർത്ഥിക്കുകയാണ്.
അവര് പ്രാർത്ഥിക്കുകയാണ്. ഒരടി ഇദാ സല്ല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ മലായികത്തുകൾ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുന്നു, അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. അതേ മലായികത്തുകൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിന് സർവ്വസമയവും ആരാധന നിർവഹിക്കുന്നവരാണ്. തസ്ബീഹിലായി മാത്രം സമയം ചെലവഴിക്കുന്നവർ, നിസ്കാരത്തിലായി മാത്രം സമയം ചെലവഴിക്കുന്നവർ, ഭൗതികമായ ലോകത്തിന്റെ ഒരു കാര്യങ്ങളുമില്ലാത്തവർ, ഭക്ഷണമില്ല, ഉറക്കില്ല, വിസർജനങ്ങളില്ല, ഒന്നുമില്ല, എല്ലാം ഒഴിവാക്കി റബ്ബിലേക്ക് മാത്രം ആരാധന നിർവഹിക്കുന്ന ശ്രേഷ്ഠരാണല്ലോ മലായികത്തുകള്. ആ മലായികത്തുകളെ പ്രാർത്ഥന ലഭിക്കുന്നത് നമുക്ക് രക്ഷപ്പെടാനുള്ള വലിയ വഴിയാണല്ലോ, അത് വലിയ സമാധാനമാണല്ലോ. അത് ഈ സ്വലാത്ത് കൊണ്ട് ലഭിക്കുകയാണ്. ഏഴാമത് പറയട്ടെ, അസ്സലാത്തു അലൻ നബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. ആ സ്വലാത്ത്, ഈ സ്വലാത്തിൽ എന്ന മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു ചിന്ത എന്താണ്? അദ്ദേഹത്തിൽ പരിഗണനയുണ്ടാക്കുന്നു. ഇംതിസാലൻ ലിഅവാമിരില്ലാഹ്, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള പ്രചോദനം. ആ പ്രചോദനം സ്വലാത്ത് സബബായി ലഭിക്കുകയാണ്. ദുനിയാവിൽ അരുതായ്മകളിലേക്ക് പോകുമ്പോ ഒന്ന് രക്ഷപ്പെട്ടു കിട്ടാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. നിർദ്ദേശങ്ങൾ നൽകപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പ്രവർത്തിക്കണമെന്നല്ലേ നമ്മുടെ മനസ്സിലുള്ളത്. ആ ചിന്തയുള്ള മനുഷ്യ, നിനക്ക് നന്മ ചെയ്യാനുള്ള വഴി തുറക്കാൻ, അതിന് പ്രചോദനം നൽകാൻ സ്വലാത്ത് സബബാകുമെന്നാണ് പഠിപ്പിക്കുന്നത്. ഇനിയോ എട്ടാമത് പറയട്ടെ, സബബുൻ മിൻ അസ്ബാബി ഇസ്തിജാബത്തി ദുആ. അതേ, നിങ്ങൾക്ക് ഈ സ്വലാത്ത് കാരണമാണ്. എന്തിനാണ് കാരണമാകുന്നത്? ഇസ്തിജാബത്തി ദുആ. നിങ്ങൾക്ക് പലതും ലഭിക്കേണ്ടതുണ്ട്, സൃഷ്ടിച്ച നാഥനിൽ നിന്ന് ലഭിക്കേണ്ടതാണ് പലതും. അത് ലഭിക്കാനുള്ള വഴി എന്താണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്താണ്. ആ സ്വലാത്താണ്. കണ്ടില്ലേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വഹാബി വരുന്നു. ആ സ്വഹാബി വന്നിട്ട് പറയുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ സ്വലാത്ത് എത്രയാണ് ചെല്ലേണ്ടത് നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുന്നു മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. قال للنبي صلى الله عليه وسلم, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇന്നി അക്റു സ്വലാത അലൈക, ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുകയാണ്. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, എൻ്റെ ദുആയിൽ എത്രയാണ് അങ്ങയ്ക്ക് സ്വലാത്തിനിടം നൽകേണ്ടത്? ഫഖാല മാ ശിഅത, മോനെ നീ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത്ര നീ ചൊല്ലിക്കോളൂ. ഈ സ്വഹാബിയുടെ മറുപടി എന്താണ്? മറുപടി, ഖുൽതു അർറുബു, ഞാനൊരു 4/1 സ്വലാത്താക്കട്ടെ എന്ന് ചോദിച്ചു. ഖാല മാ ശിഅത, നിങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഫൈൻ സിത്ത ഫഹുവ ഖൈറുൻ ലക, ആ 4/1 പകരം നിനക്ക് അതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ പറ്റുമോ? അത് നിനക്ക് ഖൈറായി വരുമെന്ന് പറഞ്ഞു. ഖുൽതു അന്നിസ്ഫു, എങ്കിൽ ഞാൻ എൻ്റെ ദുആഇന്റെ പകുതി അങ്ങനെ ആക്കട്ടെയോ? ഖാല മാ ശിഅത, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതിൽ അങ്ങനെ. ഫൈൻ സിത്ത ഫഹുവ ഖൈറുൻ ലക, നീ അതിനേക്കാൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ഖൈർ.
വീണ്ടും അപ്പോൾ പറയുകയാണ് ഖുൽതു ഫസ്സുലുസാനി, എങ്കിൽ ഞാൻ മൂന്നിൽ രണ്ടു ഭാഗം സ്വലാത്താക്കട്ടെയോ എന്റെ ദുആയിൽ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അങ്ങനെ മാശിത്ത നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആയിക്കോളൂ, അതിനേക്കാളും വർദ്ധിപ്പിക്കാൻ പറ്റുമോ നിനക്ക്, എങ്കിൽ അതാണ് ഖൈറെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു അജഅലു ലക സ്വലാത്തി കുല്ലഹ, എങ്കിൽ എന്റെ ദുആ മുഴുവനും സ്വലാത്തായി ഞാൻ മാറ്റുകയാണ്, എന്റെ ദുആ മുഴുവനും ഞാൻ സ്വലാത്തായി അങ്ങയ്ക്ക് വേണ്ടിയുള്ള സ്വലാത്താക്കി മാറ്റുകയാണ്. ഖാൽ, ആ സമയത്ത് മുത്തുനബി പറയാണ് ഇദൻ തക്ഫീ ഹമ്മക വയഗ്ഫിർ ലക ദംബക, എങ്കിൽ പറയട്ടെ മോനെ, അങ്ങനെയാണ് നീ ചെയ്യുന്നതെങ്കിൽ നിന്റെ ഹമ്മുകൾക്ക് മുഴുവനും അത് പരിഹാരമാണ്, നിന്റെ എല്ലാ പ്രശ്നങ്ങളും അതുകൊണ്ട് തീരുകയാണ്. നിന്റെ ഹമ്മ എടുത്ത് റബ്ബിനോട് പറയേണ്ടതില്ല, പറയാൻ വേണ്ടി നീ തീരുമാനിച്ച പ്രാർത്ഥനയിൽ എന്റെ സ്വലാത്ത് മുഴുവനുമായി നീ സ്വീകരിച്ചാൽ നിന്റെ ഹമ്മ കൊണ്ട് പോകുകയാണ്, നിനക്ക് പാപങ്ങൾ പുറത്തു കിട്ടുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാ പറഞ്ഞത് സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് ദുആക്ക് ഇജാബത്തുണ്ട്. മുത്തുനബിയുടെ പേരിൽ സ്വലാത്തില്ലാത്ത ദുആക്ക് ഇജാബത്ത് ലഭിക്കൂല. ഇതുകൂടെ പഠിപ്പിച്ചു. അപ്പൊ ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള കാര്യമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ഒൻപതാമത്തെ കാര്യം എന്താണ്? നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ മനസ്സിൽ നിന്ന് വേണ്ടാത്ത ദുസ്വഭാവങ്ങൾ ഒഴിവാകും. പ്രത്യേകിച്ച് മിൻ സിഫത്തിൽ ബുഖ്ലി, ലുബ്ദിന്റെ ബുഖ്ലിന്റെ സ്വഭാവം നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സ്വലാത്ത് കാരണമാണ്. പത്താമത്തെ കാര്യമോ സബബു മിൻ അസ്ബാബി ദർഹിൽ ബറക, നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും നിന്റെ സമ്പത്തിലും നിന്റെ സന്താനങ്ങളിലും സർവ്വസിലും നിങ്ങൾക്ക് ബറക്കത്ത് വേണോ? ആ ബറക്കത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാരണം അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. അൽ-ഹാദി അശറ, 11ാമത്തെ കാര്യം എന്താണ്? 11ാമത്തെ കാര്യം എന്താണ്? സബബുൻ ലിതസ്ബീതി ഖദമിൽ അബ്ദിൽ മുസല്ലി അല സിറാത്തിൽ മുസ്തഖീം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ കാലിടറാതെ റബ്ബിന്റെ കോടതിയിലും സിറാത്ത് പാലത്തിലുമൊക്കെ കടന്നു പോകാൻ ഉറച്ചു നിൽക്കാൻ അവസരം വേണോ? മോനെ, നിനക്ക് സ്വലാത്ത് അതിന് വഴിയാണ്, അതിന് കാരണമാണ്. അതേ 12ാമത്തെ കാര്യം എന്താണ്? അത്തഖർറുബു ഇലല്ലാഹി തആല, റബ്ബിലേക്ക് അടുക്കലല്ലേ നമ്മുടെ ആവശ്യം. റബ്ബിലേക്ക് അടുക്കണോ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുപ്പം കാണിക്കണം, അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലണം. കാരണം എന്താണ്? റബ്ബ് തആല അവനിലേക്ക് അടുക്കാനുള്ള വഴി അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് വെച്ചത്, സംശയം ഇല്ല. അതുകൊണ്ടാണ് ഒരാൾ വിശ്വാസിയാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞാൽ പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയണം. അതേ റബ്ബിലേക്ക് മാത്രം നിർവഹിക്കപ്പെടുന്ന നിസ്കാരം, ആ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങിയിട്ട് റബ്ബിനോട് മാത്രം സംഭാഷണം നടത്തുമ്പോഴും ആ നിസ്കാരത്തിന്റെ സ്വീകാര്യത വേണോ? ആ അമൽ അല്ലാഹ് സ്വീകരിക്കണോ? ആ നിസ്കാരത്തിൽ
വിവാഹത്തിൽ നിർബന്ധമായി റബ്ബിന്റെ സൃഷ്ടികളിൽ ആരെയും കൂട്ടാൻ പറ്റൂല. നിനക്ക് ജന്മം നൽകിയ ഉമ്മാനെ വിളിക്കാൻ പറ്റൂല, നിന്നെ പോറ്റി വളർത്തിയ വാപ്പാനെ വിളിക്കാൻ പറ്റൂല, നിന്റെ സഹോദരങ്ങളെ വിളിക്കാൻ പറ്റൂല, നിന്റെ ഭാര്യമാരെ വിളിച്ചുകൂടാ. അങ്ങനെയൊക്കെ വിളിച്ചാൽ നിസ്കാരം ബാത്തുലാകും. എന്നാലോ അല്ലാഹു അക്ബർ എന്നാൽ അല്ലാഹനെ പുകഴ്ത്തലാണ്. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി റബ്ബിലേക്ക് സമർപ്പിക്കലാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുവിനെ പുകഴ്ത്തലാണ്. അതേ സുബ്ഹാന റബ്ബിയൽ അളീം റബ്ബിനെ പുകഴ്ത്തലാണ്. റബ്ബനാ ലക്കൽ ഹംദ് റബ്ബിനെ പുകഴ്ത്തലാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ റബ്ബിനെ പുകഴ്ത്തലാണ്. റബ്ബി ഗ്ഫിർലി വർഹംനി റബ്ബിനോടുള്ള ദുആ ആണ്. അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാതു ലില്ലാഹ് റബ്ബിനോടുള്ള അഭിവാദ്യമാണ്. റബ്ബിനോടുള്ള അഭിവാദ്യമാണ്. ആ അഭിവാദ്യം അവിടെ അവസാനിപ്പിച്ചാൽ റബ്ബാ നിസ്കാരം സ്വീകരിക്കൂല. പിന്നെയോ ആ നിസ്കാരത്തിന് സ്വീകരണം വേണോ, ഖബൂലിയത്ത് വേണോ, ആ അമലാകണോ, അതിന് സിഹത്ത് വേണോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഇത് പറയാതെ ഒരു അത്തഹിയ്യാത്ത് സ്വീകാര്യമാണോ? അത്തഹിയ്യാത്ത് സ്വീകാര്യമാകാതെ നിസ്കാരം സ്വീകാര്യമാണോ? റബ്ബ് തആലയിലേക്ക് അടുക്കാൻ ഹബീബില്ലാത്ത ഒരവസരമില്ല. ഒരു സ്ഥലത്തും ഹബീബില്ലാതെ ചേരാൻ കഴിയൂല. അതേ അത്തഖറുബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള അടുപ്പം അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. മൻ അഹബ്ബനി അഹബ്ബല്ലാഹ്, എന്നെ ആരെങ്കിലും ഇഷ്ടം വെച്ചോ അവൻ അല്ലാഹനെ ഇഷ്ടം വെച്ചവനാണ്. അതേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ടങ്ങ് വിളിക്കണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. റബ്ബിനോട് മാത്രം വിളിക്കേണ്ട ഇബാദത്തിൽ അല്ലാഹു വിളിക്കാൻ നിർബന്ധമായി പറഞ്ഞു. അവന്റെ ഹബീബിനെ കൂടെ വിളിക്കുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. സുബ്ഹാനല്ലാഹ്. ഈ വിളിയോട് കലിയുള്ളവരുണ്ട്, ഈ വിളിയോട് വിരോധമുള്ളവരുണ്ട്, ഈ വിളിയോട് അതേ വല്ലാത്ത വെറുപ്പുള്ളവരുണ്ട്. തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കൾ എഴുതി വെച്ചു, ആ സലാം പറയുന്ന സമയത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർത്തുപോകുന്നത് പശുവിനെ ഓർക്കുന്നതിനേക്കാളും നികൃഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കുമെന്ന നിലക്കാണ് ആ വിളി. അങ്ങനെ നിയ്യത്ത് വെച്ചുകൊണ്ട് അത്തഹിയ്യാത്തിലിരുന്ന അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞാൽ ബിദ്അത്തുകാരൻ പറയും നീ മുശ്രിക്കാണെന്ന്, ജമാഅത്തെ ഇസ്ലാമി പറയും നീ മുശ്രിക്കാണെന്ന്. അവർക്ക് ആ വിളി കണ്ടൂടാ. അവർ ദീനിന്റെ വടിയിലല്ല, ഹബീബിനെ മഹബ്ബത്ത് വെക്കുന്നവരല്ല, റബ്ബിലേക്ക് അടുപ്പം ലഭിക്കുന്നവരുമല്ല. റബ്ബിലേക്ക് അടുപ്പം ലഭിക്കണോ, റബ്ബിലേക്ക് മാത്രം സംഭാഷണം നടത്തുന്ന നിസ്കാരത്തിലടക്കം കൽപറഞ്ഞ് വിളിക്കണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ഓ നബിയായവരെ, എന്തൊരു വിളിയാണത്! അസ്സലാമു അലൈക യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിച്ചോന്ന് റബ്ബ് തആല പറഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്നാണല്ലോ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. പറഞ്ഞാൽ ദീർഘിച്ചു പോകും. ഒരു 10 മിനിറ്റ് കൂടെ മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിലേക്കുള്ള അടുപ്പം ഹബീബിലൂടെയാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ ആ വിളി വെച്ചത്. ആ വിളി എത്ര സൗന്ദര്യമുള്ള വിളിയാണ്! റബ്ബ് തആല തന്നെ ആ നിലക്കല്ലേ ഹബീബിനെ വിളിക്കുന്നുള്ളൂ. ഇന്നല്ലാഹ വ
വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ രാത്രിയിൽ ബറക്കത്തിന് ഓതിയതാണ്. അതിന്റെ ഓരോ വാചകങ്ങളും വിശദീകരിക്കേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തും മലായികത്തുകളും മുത്തുനബിയെ മദഹ് ചെയ്യുന്നതിൽ ഇസ്തിംറാറിലാണ്, നിരന്തരം നിലനിൽക്കുകയാണ്. ഒരു സമയവും ഒഴിവാകുന്നില്ല എന്ന് മാത്രമല്ല, തജ്ദീദ് കൂടെയാണ്. ഇന്നല്ലാഹ വ മലായിക എന്ന നിലക്ക് അറബി വ്യാകരണ പ്രകാരം അതിന്റെ അർത്ഥതലം പരിശോധിച്ചു നോക്കിയാൽ രണ്ട് ഫായിദകളുണ്ട്. ഒന്ന് ഇസ്തിംറാറാണ്, ഒന്ന് തജ്ദീദാണ്. എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞത് പിന്നെ പറയൂല, പുതിയത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. മറ്റൊന്നോ നിരന്തരം നിർവഹിക്കുന്നു എന്നാണ്. അതൊരു സമയവും ഒഴിവാകുന്നില്ല എന്നാണ്. ഇങ്ങനെ മഹത്വം പറഞ്ഞു. ഞാനത് പറയാനല്ല, വിശദീകരിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. സമയത്തിന് പരിമിതിയുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? കണ്ടില്ലേ, ഇന്നല്ലാഹു വ മലായികതഹു അലൻ നബി. അവിടെ അല്ലാഹു പ്രയോഗിച്ചത് എന്താണ്? അതെ, അലൻ നബി, നിങ്ങൾ നബിയുടെ മേലിൽ സ്വലാത്തെ അല്ലാഹും അവന്റെ മലായികത്തുകളും സ്വലാത്ത് ചെയ്യുന്നു എന്നല്ലേ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു മലായികത്തുകളെ കൊണ്ട് സാഷ്ടാംഗം ചെയ്യിച്ചു. അതേ, അമ്പിയാക്കളിൽ നിന്ന് മുഴുവനും ഏറ്റവും വലിയ മഹത്വം മുത്തുനബിക്കാണ്. എങ്കിൽ ആദം നബിക്ക് അല്ലാഹുവിന്റെ മലായികത്തുകള് നേരിട്ട് സുജൂദ് ചെയ്തില്ലേ? ആ ആദരവ് ഹബീബിനില്ലല്ലോ. എന്നാണെങ്കിൽ അതേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലായികത്തുകളോട് കൽപ്പിച്ചതാണ്, ഓ മലായികത്തുകളെ നിങ്ങൾ സുജൂദ് ചെയ്യൂ എന്നത്. റബ്ബ് തആല അതിൽ പങ്കുചേർന്നിട്ടില്ല. എന്നാൽ അതിനേക്കാളും അപ്പുറത്ത് നിങ്ങൾ നോക്കൂ, ഇന്നല്ലാഹ വ മലായിക, ആദം നബിക്ക് മലായികത്തുകൾ മാത്രമാണ് ആദരവ് നൽകിയതെങ്കിൽ അല്ലാഹു അതേ സുജൂദിൽ പങ്കാളിയായിട്ടില്ലെങ്കിൽ മുത്തുനബിയുടെ വിഷയത്തിലോ മലായികത്തുകളോടൊപ്പം അല്ലാഹും അതേ റബ്ബിന്റെ ഹബീബിനെ പുകഴ്ത്തുന്നതിൽ പങ്കുചേരുന്നു. അപ്പോൾ ആദം നബിയെക്കാളും അപ്പുറത്തേക്ക് വന്നു ഫളിൽ. ഞാൻ സൂചിപ്പിക്കുന്നു, അവിടെ ചുരുക്കുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തിയത് അലൻ നബി എന്ന് പ്രയോഗിച്ചു, അല മുഹമ്മദിൻ എന്ന് പറഞ്ഞില്ല. അല്ലാഹു തന്നെ ആ പേര് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാ പറഞ്ഞത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. ഖുർആനിൽ 6666 സൂക്തങ്ങളില്ലേ, 114 അധ്യായങ്ങളില്ലേ. ഈ അധ്യായങ്ങളിൽ പലയിടത്തും അല്ലാഹു പ്രവാചകന്മാരെ വിളിച്ചിട്ടില്ലേ? അല്ലാഹു വിളിച്ചിട്ടുണ്ടല്ലോ, യാ മൂസാ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, യാ ഇദ്രീസ് എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, യാ സക്കരിയ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. അതേ, അങ്ങനെ തുടങ്ങിയ ദാവൂദ് എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, യാ ഇബ്രാഹിം എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, യാ ഈസാ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. പൂർവകാലത്ത് കഴിഞ്ഞുപോയ പല പ്രവാചകന്മാരുടെയും പേരെടുത്ത് അല്ലാഹു വിളിച്ചിട്ടുണ്ടല്ലോ. ചോദിക്കട്ടെ, 6666 സൂക്തങ്ങളിൽ എവിടെയെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടുണ്ടോ? അല്ലാഹുക്ക് വിളിക്കാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അധികാരമില്ലേ? അതേ, അധികാരമുണ്ട്, ആരും ചോദിക്കൂല. എന്നാൽ ഇത്രയും സൂക്തങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് പ്രവാചകന്മാരെ നേരിട്ട് സംബോധനം ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് റബ്ബ് തആല യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു സംബോധനത്തിന്റെ സമയത്ത് പേരെടുത്ത് വിളിച്ചിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും, അങ്ങനെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് വിളിയുടെ സ്ഥലത്തല്ല. ഖുർആനിൽ മറ്റൊരിടത്തും പേര് പറഞ്ഞിട്ടുണ്ട്, അതും വിളിയുടെ സ്ഥലത്തല്ല. എങ്കിൽ
എന്റെ സഹോദരങ്ങളെ, പൂർവകാലത്തെ സർവ്വ അമ്പിയാക്കളിൽ പലരെയും നേരിട്ട് പേരെടുത്ത് വിളിച്ചിട്ടും അല്ലാഹു എന്തേ വിളിച്ചില്ല? യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ല. വിളിച്ചിട്ടുണ്ട്, യാ അയ്യുഹൻ നബിയ്യൂ എന്ന് വിളിച്ചിട്ടുണ്ട്, യാ അയ്യുഹർ റസൂലു എന്ന് വിളിച്ചിട്ടുണ്ട്, യാ അയ്യുഹൽ മുസമ്മിലു എന്ന് വിളിച്ചിട്ടുണ്ട്, യാ അയ്യുഹൽ മുദ്ദസ്സിറു എന്ന് വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഖുർആനിൽ ഹബീബിനെ വിളിച്ച വിളിയാണ്. എല്ലാം വിശേഷണങ്ങളാണ്, അവിടുത്തെ മഹത്വങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള വിളിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന വിളി ഒരു ചെറിയ വിളിയല്ല, അത് വല്ലാത്തൊരു സ്നേഹത്തിന്റെ വിളിയാണ്. ആ വിളി വല്ലാത്ത സൗന്ദര്യമുള്ള വിളിയാണ്. ആ വിളിയാണ് അത്തഹിയ്യാത്ത് ഇരുന്ന് വിളിക്കുന്നത്. ഓ ചെറുപ്പക്കാരെ, നിസ്കാരത്തെ ഒന്ന് ഗൗരവത്തിൽ കാണണം. പെങ്ങന്മാരെ, നിസ്കാരം കളാക്കിക്കൂടാ. റബ്ബിലേക്ക് കൽബ് ചേർത്തു വെച്ച് നേരിട്ട് സംഭാഷണം നടത്താനുള്ള ഇടം, അതേ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് നേരിട്ട് സംബോധനം ചെയ്ത് സലാം പറയാനുള്ള സന്ദർഭം, ആ സന്ദർഭങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. നമ്മൾ ഗൗരവത്തിൽ കാണണേ. ഈ റജബ് അതേ നിസ്കാരത്തിന്റെ വാർഷിക മാസം കൂടെയാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള മനസ്സ് വേണേ. അതേ റബ്ബിലേക്ക് അടുക്കാനുള്ള വഴി സ്വലാത്താണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ സിഹത്തിന് മുത്തുനബി വേണം. 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്കിന് സിഹത്ത് വേണമെങ്കിൽ മുത്തുനബി വേണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് വിളിച്ചാൽ വിളിയാകൂല. നിസ്കാരത്തിലേക്ക് വിളിക്കുന്നില്ലേ, റബ്ബിനെ ഉറക്കെ വിളിക്കുന്നില്ലേ, പറ്റൂല. അവിടെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വളമ്മൽ ഇലാഹു ഇസ്മൻ നബിയ്യി ഇലാ ഇസ്മിഹി ഇദാ ജാഅ ഫിൽ ഖംസിൽ മുഅദ്ദീൻ അഷ്ഹദു സ്വലാത്തു തസ്ലീമു അസ്കാ തഹിയ്യതി ഖൈറുൽ ബരിയതി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചേർത്തു വെച്ചല്ലോ, മുത്തുനബിയെ ചേർത്തു വെച്ചു, അവന്റെ പേരിനോടൊപ്പം ചേർത്തു വെച്ചു. അതിന് തെളിവാണ് ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീനു അശ്ഹദു. 5 നേരം അല്ലാഹുവിലേക്ക് വിളിക്കുമ്പോൾ അവിടെ മുത്തുനബിയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ കൂടെയുണ്ട്. അമലുകളിൽ പ്രധാനപ്പെട്ട ഇനങ്ങളോട് മുഴുവനും കൂടെയുണ്ട്. ഇതല്ലേ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് എണ്ണിപ്പറഞ്ഞിടത്തിൽ സ്വലാത്ത് കൊണ്ട് തഖർറുബ് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വകുപ്പുണ്ടെന്ന്. ഇനിയും ആ കാര്യങ്ങൾ എണ്ണിപ്പറയാനുള്ള സമയമില്ല. ഞാനൊരു 5-10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ഖൽബ് ഹബീബിലേക്ക് ചേരാനാണ് ഞാൻ പറഞ്ഞത്. മുത്തുനബിയെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടണം. നമുക്ക് ദുനിയാവിൽ എല്ലാം റാഹത്താകണം. ആഖിറത്തിൽ ചെന്നാൽ അതിനേക്കാൾ സന്തോഷം വേണം. ആത്മീയമായ വളർച്ചയ്ക്ക് വഴി വേണം. അതിന് ഹബീബിലേക്ക് മടങ്ങണം. കണ്ടോ, മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, ഔലന്നാസി ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും ബന്ധപ്പെട്ടവരാണെന്നറിയോ? അക്സറുഹും അലയ്യസ്സലാ, എന്റെ മേൽ സ്വലാത്ത് കൂടുതൽ വർദ്ധിപ്പിച്ചയാളാണ്. മുത്തുനബിയുടെ അതേ മദീനയിലേക്ക് സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ നമുക്ക് രക്ഷയാണ്. നാളെ ആഖിറത്തിൽ ആരും ബേജാറാകുമ്പോ ഹബീബിനോട് ചേർന്നു നിൽക്കാൻ അവസരമാണ്. പെങ്ങളെ, വേണ്ടാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ട് സമയം കളയുന്നതിന് പകരം ഒരു 100 തവണ സ്വലാത്ത് മുത്തുനബിയുടെ മേലിൽ ചെല്ലിക്കൂടെ? ചെറുപ്പക്കാരാ, അതിന് സമയം കണ്ടെത്തിക്കൂ.
നടത്തിക്കൂടെ? നമ്മൾ 2 ആഴ്ചയിൽ ഒരിക്കൽ സ്വലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നു, അത് കൃത്യമായി തന്നെ നിർവഹിക്കണം. അതിന് പുറമെ എല്ലാ ദിവസവും എനിക്ക് സർവ്വ അനുഗ്രഹങ്ങൾക്കും കാരണമായ ഹബീബിലേക്ക് ഒരു 100 സ്വലാത്ത് ഞാൻ പതിവാക്കുമെന്ന് ചിന്തിച്ച് തീരുമാനിക്കാമോ? അത് വലിയ ഭാഗ്യമല്ലേ? അതിന്റെ ഫള് ഞാനിപ്പോൾ പറയുന്നില്ല. ആ സ്വലാത്ത് ഹബീബിലേക്ക് കണക്ട് ചെയ്യപ്പെടുമല്ലോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അതിൽ സ്വലാത്തുമുണ്ട്, സലാമുമുണ്ട്. ആലിന്റെ മേലിലും കുടുംബത്തിന്റെ മേലിലും സ്വലാത്തും സലാമുമുണ്ട്. ചെറിയ സമയം ഉപയോഗപ്പെടുത്തി പൂർണ്ണമായ ഒരു സ്വലാത്താണ്. അതേ സുൽത്താനുൽ ഉലമ ഇജാസത്ത് കൊടുക്കുന്ന സ്വലാത്താണ്. അതൊന്ന് 100 വട്ടം ചൊല്ലിയാൽ ഇന്നലില്ലാഹി മലായികത്തൻ സയ്യാഹീന ഫിൽ അർളി, ഭൂമിയിൽ വിഹരിക്കുന്ന മലായികത്തുകളുണ്ട് അല്ലാഹുവിന്. അവരുടെ പണി എന്താ? യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം, എന്റെ ഉമ്മത്തിൽ നിന്നുള്ള സലാം എന്നിലേക്ക് എത്തിക്കലാണ്. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? മനസ്സ് മദീനയിലാണോ? ഈ സദസ്സിൽ സയ്യാഹീങ്ങളായ മലായികത്തുകളുണ്ട്, തീർച്ചയാണ്. റജബ് മാസമാണ്, വെള്ളിയാഴ്ച രാവാണ്, ഹബീബിന്റെ മേലുള്ള സ്വലാത്തിന്റെ വാർഷികം കൂടെയാണ്. അങ്ങനെയുള്ള ഈ മജ്‌ലിസിൽ ഈ പറയപ്പെട്ട മലായികത്തുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നമ്മളിൽ നിന്ന് ഹബീബിലേക്ക് സലാം എത്തിക്കാനാണ് അവർ കാത്തു നിൽക്കുന്നത്. ആ ഹബീബിലേക്ക് കൽബ് തിരിച്ച് അതുപോലെ ഒരു സലാം ചൊല്ലിയിട്ട് എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാനാണ്. നിങ്ങളെ കൽബിൽ നിന്ന് എല്ലാം മറക്കൂ, മറ്റെല്ലാ ചിന്തയും ഒഴിവാക്കൂ. മനസ്സ് മദീനയിലേക്ക് വരട്ടെ, ഹബീബിലേക്ക് ചേരട്ടെ, മുത്തുനബിയിലേക്ക് പങ്കുവെക്കട്ടെ. അൽഹംദുലില്ലാ, ആദരണീയരായ സയ്യിദ് അവറുകൾ അഹ്ലു ബൈത്തിൽപ്പെട്ട പേരക്കുട്ടി നമ്മുടെ മജ്‌ലിസിലേക്ക് വന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവരെ തണല് നമുക്ക് നീട്ടിത്തരട്ടെ. അവിടുത്തെ അഹ്ലു ബൈത്തിനെ മുന്നിൽ നിർത്തിയിട്ട് ഹബീബിലേക്ക് നമ്മളൊന്ന് ചേരുമ്പോൾ മുത്തുനബി നമ്മെ കൈയൊഴിക്കൂല. മഹാന്മാരെ മുഴുവനും മദീനയിലേക്ക് കണക്ട് ചെയ്ത് ആത്മാവിനെ പറഞ്ഞേച്ചവരാണ്. അതേ മുഹമ്മദ് ബിൻ ശാഫിഈ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ അങ്ങനെയാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അങ്ങനെയാണ്. അതേ ഇമാമു ദാരിൽ ഹിജ്റ, മദീന വിട്ടുപോകാത്ത മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ. ഔസുൽ അലം തങ്ങളും അങ്ങനെ, റിഫാഈ ശൈഖ് തങ്ങളും അങ്ങനെ. ലോകത്ത് കഴിഞ്ഞുപോയ സർവമഹാന്മാരും മുത്തുനബിയിലേക്ക് ആത്മാവിനെ ചേർത്തു വെച്ച് സ്വലാത്ത് സലാമിന്റെ വചനങ്ങൾ ഉരുവിടുന്നവരാണ്. കാരണം എന്തേ? മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ റദ്ദ അലൈഹി സലാം. മുത്തുനബി വഫാത്തോടെ ജീർണിച്ച് നശിക്കുകയല്ല, അവിടുന്ന് നമ്മെ കണ്ടിരിക്കുകയാണ്. നമ്മളൊരു സലാം ചൊല്ലിയാൽ അല്ലാഹു അവിടുത്തെ റൂഹ് നേരത്തെ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, അവിടത്തേക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സലാം ചൊല്ലിയാൽ ആ സലാം അവിടെ എത്തുമല്ലോ. ആയത്തിയാൽ തിരിച്ചു സലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടക്കുമല്ലോ. മഹാന്മാര് മുഴുവനും ആ സലാമിനെ കൊതിച്ചവരാണ്, ആഗ്രഹിച്ചവരാണ്. അതുകൊണ്ടാണ് ഉമറുൽ ഖാദി തങ്ങളെ സങ്കടപ്പെട്ട് മദീനയുടെ വാതിലിൽ അതേ കണ്ണുനീര് പൊടിച്ച് ആ സമയത്ത് ഹബീബിനോട് സങ്കടം പറഞ്ഞത്, റിഫാഈ ശൈഖ് തങ്ങളെ കൈനീട്ടി തരാൻ പറഞ്ഞത്. അതേ മഹാന്മാര് പലരും അതേ മദീനയിലേക്ക് കണക്ട് ചെയ്ത് അബലാദി ബോധിപ്പിച്ചത് ഹബീബിന്റെ
എന്റെ സലാം ഒന്ന് തിരിച്ചെനിക്ക് കേൾക്കണം എന്ന് ആഗ്രഹിച്ചു പോയി സലാം പറഞ്ഞ മഹാന്മാരില്ലേ, സലാം തിരിച്ചു കേട്ട മഹാന്മാരില്ലേ? ചരിത്രത്തിലേക്ക് പോകാൻ സമയമില്ല, ഞാൻ അവസാനിപ്പിക്കട്ടെ. അവരെ പിന്നാലെ നമുക്കും മദീനയിലേക്ക് ചെല്ലാം. കൽബ് മദീനയിലാണോ? മസ്ജിദുൻ നബവി നിങ്ങൾ കാണുന്നുണ്ടോ? പ്രൗഢമായ മിനാരങ്ങൾ മനസ്സിൽ വന്നോ? മദീനയിലെ സുന്ദരമായ മണൽത്തരി, ആ മണൽത്തരിയിൽ ഒരു മണൽത്തരിക്ക് പോലും നമ്മൾ യോഗ്യരല്ല. അല്ലാഹുവേ, ആ മദീനയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അവിടുത്തെ ചെടികൾ, ഇലകൾ, മരങ്ങൾ സർവ്വതും ബറക്കത്തുള്ളതു തന്നെ. അതുകൊണ്ടാണ് ബിലാൽ തങ്ങൾ ആ മണൽത്തരിയിൽ കടന്നുരുണ്ടത്. പല മഹാന്മാരും ആ മണ്ണിൽ ചെരുപ്പ് ധരിക്കാതെ നടന്നത്, വാഹനപ്പുറത്ത് കയറാതിരുന്നത്. ഹബീബ് അന്തിയുറങ്ങുന്ന ഈ മണ്ണിന്റെ ബറക്കത്ത് എനിക്ക് ലഭിക്കണം. അവിടെ നന്ദിയുറങ്ങുന്ന ഈ മണ്ണിൽ ഞാൻ എങ്ങനെ വാഹനപ്പുറത്തു പോകും? ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. ആ ഹബീബിലേക്ക് കൽബ് തിരിഞ്ഞു. ജന്നത്തുൽ ബഖയ കണ്ടോ നിങ്ങൾ? ഉസ്മാൻ തങ്ങൾ അവിടെയുണ്ടല്ലോ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഉണ്ടല്ലോ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുണ്ടല്ലോ. അതേ, അവിടുത്തെ മക്കൾ ഇബ്രാഹിം അടക്കമുള്ള മക്കളുണ്ടല്ലോ, അവിടുത്തെ അമ്മായിമാരുണ്ടല്ലോ, ശ്രേഷ്ഠരായ ഒരുപാട് സ്വഹാബാക്കളുണ്ടല്ലോ. അവരെയും കൽബ് കൊണ്ടൊന്ന് കണ്ടോ? ഒന്ന് തിരിഞ്ഞു നോക്കൂ. കാണുന്നില്ലേ ഖുബ്ബത്തുൽ ഖദറായിനെ? പച്ചക്കുബ്ബ കാണുന്നില്ലയോ? ഒന്നുകൂടെ മുന്നോട്ട് പോയാൽ അപ്പുറത്ത് ബാബുസ്സലാം കാണാം. ആശിഖുകളെ, മുഹിബ്ബുകളെ സലാം പറയാൻ കടന്നു വരുന്ന വാതിലാണ്. റബ്ബേ, അവിടെ പോയി നിൽക്കാൻ പല ആവർത്തി അവസരം നൽകണേ റഹ്മാനെ. അവിടുത്തെ ആ വാതിലിലൂടെ നല്ല ഇങ്ങനെ വരുമ്പോ, മുന്നോട്ട് വരുമ്പോ കാണാം ഭൂമിയിലെ സ്വർഗമാണ് അവിടെ. അല്ലാഹുവേ, അവിടെ പോയി സുജൂദ് കിടക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹുജ്റത്തു ശരീഫയുടെ പരിസരമാണത്. അതേ, ആ സ്ഥലം സ്വർഗത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞവരുണ്ടല്ലോ. മദീനയിലെ പലതും അങ്ങനെ സ്വർഗത്തിലുണ്ടല്ലോ. ഒന്നുകൂടെ നടന്നാൽ ഹുജ്റത്തു ശരീഫയാണ്. സ്വർണ്ണ നിറമുള്ള ഗ്രില്ല് കാണാം. അതിൽ 3 ദ്വാരങ്ങൾ കാണാം. 2 മാർബിൾ പതിച്ച തൂണിന്റെ ഇടയിൽ ഒന്നാമത്തെ ദ്വാരത്തിന്, വലിയ ദ്വാരത്തിന് അഭിമുഖമായ ഒന്ന് കൽബ് ചേർത്തു വെക്കുമോ? ആരാണ് അവിടെ കിടക്കുന്നത്? ഒരു സാധാരണ വ്യക്തിയല്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, മുറാദുൽ മുസ്താഖീൻ, ശംസുൽ ആരിഫീൻ, സിറാജുൽ സാലികീൻ, മിസ്ബാഹുൽ മുഖറബീൻ, محب الفقراء والغرباء والمساكين، سيد الثقلين، نبي الحرمين، إمام القبلتين، وسيلتنا إلى الله الحنان المنان، سيد الأبرار محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുന്ന് നമ്മെ ഒന്ന് കൈപിടിക്കണം. നമ്മുടെ സലാമിന് തിരിച്ചൊരു സലാം പറഞ്ഞു കിട്ടണം. കൽബ് ചേർത്ത് വെച്ചൊരു സലാം പറഞ്ഞോളൂ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു عليك يا رسول الله. الصلاة والسلام عليك يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله يا حبيب الله يا خليل الله. ഞങ്ങളെ ഈ സലാം മദീനത്തെത്തിക്കണം അല്ല. തിരിച്ച് സലാം ഞങ്ങളിലേക്ക് നൽകണം അല്ല. ഞങ്ങളെ ദുനിയാവ് ആഖിറവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് രക്ഷപ്പെടുത്തണം അല്ല. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണം അല്ല. ഈ മജ്ലിസ് ഞങ്ങളെ ഹസനാത്തിന്റെ തുലാസിൽ വലിയ തൂക്കമുള്ളതാക്കി തരണം അല്ല. അവിടുത്തെ ആവുന്നിടത്തോളം ഇത്തിബാ ചെയ്യാനുള്ള ഭാഗ്യം നൽകണം അല്ല. ഞങ്ങളെ
എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സയ്യിദ് അവർകളും നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.